ഹായ് എവരിവൺ, വെൽക്കം ടു hayaz വേൾഡ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. തനി നാടൻ രീതിയിൽ എങ്ങനെ നമുക്ക് ഉണ്ണിയപ്പം മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തനി നാടൻ രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി 1.5 കപ്പ്, മൈദ 1 കപ്പ്, റവ 1/4 കപ്പ്, തേങ്ങ 1, തേങ്ങാക്കൊത്ത് അരമുറി, തേങ്ങയുടെ കൊത്ത് നമ്മൾക്ക് എടുക്കാം. അതൊരു നെയ്യിൽ വറുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ കരിഞ്ജീരകം 1/2 ടീസ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ എന്നിവയൊക്കെയാണ് നമ്മുടെ ഈസി ആയിട്ട് നമുക്ക് ഈ തനി നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ നമ്മൾ അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ പച്ചരി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരഞ്ഞു കിട്ടണം നമ്മുടെ പച്ചരി. അരമണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ആ മിക്സ് നമ്മുടെ ഒരു ബോട്ടിലേക്ക് നമുക്ക് മാറ്റാം. അതോടൊപ്പം 500 ഗ്രാം ശർക്കരയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. 500 ഗ്രാം ശർക്കര നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ ഈ അരച്ച മിക്സിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ മൈദ 1 കപ്പ്, റവ 1/4 കപ്പ്, തേങ്ങ 2 എണ്ണം, തേങ്ങാക്കൊത്ത് ഒരു ആവശ്യത്തിന്, കരിഞ്ജീരകം 1/2 ടീസ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് വലിയൊരു ബൗളിലേക്ക് നമുക്കിത് മാറ്റാം. അതിലേക്ക് 1 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 തേങ്ങയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. 2 തേങ്ങ ചിരവിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇതോടൊപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അതോടൊപ്പം 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 കപ്പ് റവ കുറച്ച് മതി, ഒരു ടേസ്റ്റിന് മാത്രം. അതോടൊപ്പം 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, നമ്മുടെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സ് നന്നായിട്ട് റെഡി ആവണം. അതുപോലൊപ്പം കരിഞ്ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ മിക്സ് ചെയ്തിട്ട് തനി നാടൻ രീതിയിൽ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ ഈ മിക്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഈ മിക്സ് ഉണ്ടായാൽ മാത്രം മതി. ഫ്രിഡ്ജിൽ നമ്മുടെ കൈ തട്ടാത്ത രീതിയിൽ നന്നായിട്ട് ബോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബോട്ടിലിൽ എടുത്ത് വയ്ക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നമുക്ക് സ്റ്റവിൽ നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഒരു പകുതി ഭാഗം ആവുന്നത് വരെയാണ് നമ്മൾ ഇതിലേക്ക് ആ മിക്സ് ചേർക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മറിച്ചിടാനൊക്കെ നന്നായിട്ട് സുഖമായിട്ട് മറിച്ചിടാനൊക്കെ കഴിയുള്ളൂ. നന്നായിട്ട് നമുക്കത് മൊരിഞ്ഞ് വരണം. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം വളരെയധികം പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഈ ബാറ്ററിൽ നമുക്ക് എടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പം വളരെ തനി നാടൻ രീതിയിലുള്ള കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണിത്. വളരെ സോഫ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഉണ്ണിയപ്പം വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ hayaz വേൾഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching our channel.